പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവിചാരിതമായി സംഭവിക്കുന്ന ചില മരണങ്ങളെ ചുറ്റിപ്പറ്റി നിഗൂഢതകൾ എന്നുമുണ്ടാകും. അമാനുഷികമായ ചില ശക്തികൾക്കും മന്ത്രവാദത്തിനും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുമോ? സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ പോലും അവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊരു രൂപമില്ല, ശബ്ദമില്ല, മതമില്ല, ജാതിയില്ല. സാധുജീവികളുടെ രക്തം കുടിക്കുന്ന അട്ടകളാണവർ. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മരണങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം. തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു രോഗം, മാനസിക വ്യഥ, വിഷം, അങ്ങനെ പല പല കാരണങ്ങൾ. ഇത്തരം ചില മരണങ്ങൾക്ക് കാരണമായി ഒരു കൂട്ടം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രവാദത്തെയാണ്. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും മന്ത്രവാദത്തിൻ്റെ വില നിലവാരം ഇടിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇന്നും ഇതൊക്കെ നടക്കുന്നു. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ എത്രയെത്ര സംഭവ വികാസങ്ങൾ. ന്യൂഗിനിയയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഭാഗമായ ദ്വീപ് രാഷ്ട്രമാണ് ഈസ്റ്റ് തിമോർ. 10 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണത്. അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ക്രിസ്തുമത വിശ്വാസികളാണ്, റോമൻ കാത്തലിക്കുകൾ. ഇന്തോനേഷ്യ, പോർച്ചുഗൽ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾക്കും അധിനിവേശങ്ങൾക്കും വിധേയമായ ഒരു രാജ്യമാണ് ഈസ്റ്റ് തിമോർ. ഈ കുടിയേറ്റങ്ങളും അധിനിവേശങ്ങളും ദ്വീപ് നിവാസികളുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചു. 1999 ഇന്തോനേഷ്യയിൽ നിന്നും ഈസ്റ്റ് തിമോർ സ്വതന്ത്രമായി. ചുറ്റുമുള്ള ചെടികളിലും ജീവികളിലും, എന്തിന് കല്ലിലും മണ്ണിലും പുഴയിലും എല്ലാം ആത്മീയമായ ഒരു സത്ത അഥവാ സ്പിരിച്വൽ എസൻസ് കുടികൊള്ളുന്നതായി അവർ വിശ്വസിച്ചു. അനിമിസം എന്ന് ഇതറിയപ്പെടുന്നു. കാട് വെട്ടിത്തെളിച്ച് തീയിട്ട ശേഷം ആ നിലം കൃഷിക്ക് വിനിയോഗിക്കുന്ന തരം കൃഷിരീതിയായ സ്ലാഷ് ആൻഡ് ബേൺ പിന്തുടരുന്നവരാണിവർ. ഈസ്റ്റ് തിമോർ എന്ന ഈ ദ്വീപ് രാഷ്ട്രത്തിൽ നിലവിലുള്ള മാരകമായ മന്ത്രവാദ രീതികളാണ് ഫെകിത്ത്, ബൂലി കത്തേരി, എമാഹാലോ എന്നിവ. ഈ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ഒരാളെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുമത്രേ. ഇക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രവാദ രീതിയാണ് ഫെകിത്ത്. ഇത് പ്രയോഗിക്കുന്ന മന്ത്രവാദിയെ ബുവാങ് എന്ന് വിളിക്കുന്നു. അയാൾക്ക് ഈ വിദ്യ ഉപയോഗിച്ച് ആരെയും കൊല്ലാമത്രേ. ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചാണ് ബുവാങ് ഈ മന്ത്രവിദ്യ പ്രയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ചെറു നാണയമോ ചോളത്തിൻ്റെ വിത്തോ കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇരയുടെ നേരെ അയാൾ എറിയും. കുറച്ച് മണിക്കൂറുകൾക്കകം ഏറുകൊണ്ടയാൾ കടുത്ത പനി വന്ന് മരണപ്പെടും. ചിലപ്പോൾ ഉറക്കത്തിൽ പെട്ടെന്നാവും മരണം. ഈ മന്ത്രവിദ്യ പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ മന്ത്രവാദി ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപം സ്വീകരിക്കാറുണ്ടത്രേ. ഫെകിത്ത് എന്ന മാന്ത്രിക വിദ്യയുടെ പ്രയോഗത്തിലൂടെ മരണപ്പെടുന്ന ആളുകളുടെ ജഡം പരിശോധിച്ചാൽ വിരലുകളുടെയും നഖത്തിൻ്റെയും നിറം മാറിയിരിക്കുന്നതായി കാണാനാകുമത്രേ. എമാഹാലോ എന്ന മന്ത്രവാദ രീതി വഴി മരണപ്പെടുന്ന ആളുകൾ മിക്കപ്പോഴും ഒരു കൂട്ടം ആളുകൾക്കൊപ്പമിരുന്ന് മദ്യം കഴിച്ചിട്ടുണ്ടാകുമത്രേ. മദ്യം കഴിച്ചതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടാകും. ബൂലി കത്തേരി മറ്റൊരു മന്ത്രവാദ രീതിയാണ്. ഇതിൽ കൊല്ലപ്പെടേണ്ടയാളെ അഥവാ ഇരയെ സൂചിപ്പിക്കുന്ന പാവയെയോ ചിത്രത്തെയോ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെയോ കത്രിക കൊണ്ട് മുറിക്കും. ഇതോടെ ഉദ്ദേശിക്കുന്നയാൾ മരണപ്പെടുമത്രേ. വുഡു ഡോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊരു പാവയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന വുഡു ഡോളിനെ കയ്യിലെടുത്ത് മന്ത്രങ്ങൾ ഉച്ചരിച്ച് മന്ത്രവാദി അതിലേക്ക് സൂചികൾ കുത്തിക്കയറ്റും. പല രീതിയിൽ ആ പാവയെ ചിത്രവധം ചെയ്യും. ചിലപ്പോൾ ആ പാവയുടെ അവയവങ്ങൾ മുറിച്ചെടുക്കും. ഇത്തരത്തിൽ ആ പാവ പ്രതിനിധീകരിക്കുന്നത് ആരെയാണോ ആ വ്യക്തിക്കും സംഭവിക്കും. മന്ത്രവാദം വഴിയാണ് ഒരാൾ മരിച്ചതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളിൽ അരിശം പൂണ്ട ജനങ്ങൾ മന്ത്രവാദികളെ കൊലപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 14-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും യൂറോപ്പിൻ്റെ സ്വാധീനത്തിലുള്ള അമേരിക്കയിലും ദുർമന്ത്രവാദം ചെയ്തു വന്നിരുന്ന മന്ത്രവാദികളെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. വിച്ച് ഹണ്ടിങ് എന്നിതറിയപ്പെട്ടു. ചതിയും വിഷപ്രയോഗവും കുടിലതന്ത്രങ്ങളുമൊക്കെയാണ് മന്ത്രവാദം മൂലമുള്ള മരണങ്ങളുടെ എല്ലാം പിന്നിലുള്ള കാരണങ്ങൾ. സ്വയം മുറിപ്പെടുത്തിയും രക്തം നിവേദിച്ചും മറ്റുള്ളവരെ ഹിംസിച്ചും നേട്ടങ്ങൾ കൊയ്യാൻ നടക്കുന്നവരൊക്കെ ഏതോ മൂഢസ്വർഗത്തിലാണ്.